ഹായ്. പല സ്റ്റുഡൻസിനുള്ള ഒരു ഡൗട്ട് ആണ് കേട്ടോ. എപ്പോഴാണ് നല്ല രീതിയിൽ നമുക്കൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുക? ബെസ്റ്റ് ആയിട്ട് പഠിക്കാൻ അങ്ങനെ റൈറ്റ് ആയിട്ട് ഒരു ടൈം ഉണ്ടോ എന്നുള്ളത്? എന്നാൽ അങ്ങനെ ഒരു ടൈം ഉണ്ട്. ദ ബെസ്റ്റ് ടൈം ടു സ്റ്റഡി. നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻ ചെയ്യുന്ന ആ ഒരു റേറ്റ് അനുസരിച്ചിട്ട് നമുക്ക് ആ ടൈം ഒന്ന് ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. അതായത് രാവിലെ 4 മണി മുതൽ 6 മണി വരെ ബ്രെയിൻ 100% ഫങ്ഷൻ ചെയ്യുന്നതാണ് പറയുന്നത്. സോ അതുകൊണ്ടാണ് നമ്മളോട് പലരും പറയുന്നത് വെളുപ്പാങ്കാലത്തൊക്കെ എഴുന്നേറ്റിരുന്ന് പഠിച്ചാല് നിങ്ങൾക്ക് വലിയ ശല്യങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ പെട്ടെന്ന് പഠിക്കുന്നതും വായിക്കുന്നതും ഒക്കെ വേഗം മനസ്സിലാവുന്നു. ഇത് 6 മണി മുതൽ രാത്രി 7:30 വരെ ആവുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിന്റെ ഫങ്ഷൻ ആദ്യം പറഞ്ഞതിന്റെ പകുതി മാത്രമേ ഫങ്ഷൻ ചെയ്യുള്ളൂ. അത് രാത്രി ആകുമ്പോൾ 20% ആയിട്ട് കുറയുകയും ചെയ്യും. അപ്പൊ ബെസ്റ്റ് ടൈം ഏതാന്നുള്ള കാര്യത്തിൽ ഇപ്പൊ ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ടാവുമല്ലോ. ഓക്കെ. ഇനി ബ്രെയിനിന്റെ ഒരു ഓക്സിജൻ ലെവൽ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ രാവിലത്തെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ പലരും സ്കിപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ ശ്രദ്ധിച്ചോളൂ, ബ്രെയിനിന്റെ ഫുഡാണ്. അപ്പോ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് നമുക്ക് 60 to 80% ഒരു ഓക്സിജൻ ലെവൽ കിട്ടുന്നുണ്ട് ബ്രെയിനിലേക്ക്. ദെൻ ലഞ്ചിൽ നിന്ന് നമുക്ക് 10 to 20% ആണ് കിട്ടുന്നത്. ആൻഡ് ഡിന്നറിൽ നിന്ന് 30 to 40% ആണ് കിട്ടുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ നൈറ്റ് സ്ലീപ്പ് എങ്ങനെയായിരിക്കും? അപ്പൊ മിനിമം നിങ്ങൾ രാത്രി ഒരു 6 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് ഉറങ്ങണം. 6ൽ നിങ്ങൾ കുറയരുത്, അത്രയെങ്കിലും നിങ്ങൾ ഉറങ്ങണം. മാക്സിമം നിങ്ങൾക്ക് 8 മണിക്കൂർ ഉറങ്ങണം. അതിൽ കൂടുതൽ ഉറങ്ങുകയും വേണ്ട. 8 മണിക്കൂറിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാവുന്നതാണ്. ഓക്കെ. അപ്പൊ നിങ്ങളുടെ ബ്രെയിനിന് കൂടുതൽ ഓക്സിജൻ കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ആ പഠിക്കാനുള്ള ഒരു ശേഷി വളരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഓക്സിജൻ റേറ്റ് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റുക? അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ബ്രീത്തിങ് എക്സസൈസുകൾ രാവിലെയും വൈകുന്നേരം ഒരു 20 മിനിറ്റ്സ് എങ്കിലും ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ ഡെയിലി 8 മുതൽ 10 ഗ്ലാസ് വരെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങൾ ഡെയിലി ഉള്ള റെഗുലർ ആയിട്ടുള്ള പ്രയേഴ്സിലും മെഡിറ്റേഷൻ, യോഗ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫുഡ് അത് ബാലൻസ്ഡ് ഡയറ്റ്, അതായത് സമീകൃത ആഹാരത്തിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ ഫുഡിന് ന്യൂട്രീഷ്യസ് അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വരുത്താൻ വേണ്ടി ശ്രമിക്കുക. ലൈക് പ്രോട്ടീൻ, കാൽഷ്യം പോലെയുള്ള ഫുഡ് നിങ്ങളുടെ ശരീരത്തിലേക്ക് വരട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടി പറ്റട്ടെ. താങ്ക് യു.